സമവായ നീക്കങ്ങൾക്കിടയിൽ സമസ്തയിൽ വീണ്ടും വിഭാഗീയത. മുൻ നേതാവിന്റെ അനുസ്മരണ പരിപാടിക്ക് സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും ചേരിതിരിഞ്ഞ് സംഘാടക സമിതി രൂപീകരിച്ചു. സംഭവം വിവാദമായതോടെ അണിയറയിൽ അനുരഞ്ജന നീക്കങ്ങൾ സജീവമാക്കുകയാണ് സമസ്ത നേതൃത്വം. ദീർഘകാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷംസുൽ ഉലമ എന്നറിയപ്പെടുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പരിപാടിയാണ് സമസ്തയിലെ പുതിയ വിഭാഗീയതയ്ക്ക് കാരണം. സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും വ്യത്യസ്ത പരിപാടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരു വിഭാഗവും വ്യത്യസ്ത സംഘാടക സമിതിയും രൂപീകരിച്ചു. രണ്ട് സംഘാടക സമിതി രൂപീകരണത്തിന്റെ വാർത്തകളും ഔദ്യോഗിക മുഖപത്രമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആദ്യം രൂപീകരിച്ച സംഘാടക സമിതിയിൽ നിന്നും വെട്ടിമാറ്റിയെന്ന ആരോപണമുയർത്തിയാണ് ലീഗ് അനുകൂലികളുടെ നേതൃത്വത്തിൽ പുതിയ സംഘാടക സമിതി രൂപീകരിച്ചത്. എന്നാൽ സമസ്തയുടെ മറ്റൊരു പരിപാടിക്കിടെ യാദൃശ്ചികമായി അവിടെയുള്ളവരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചുവെന്നാണ് മറുവിഭാഗത്തിന്റെ വിശദീകരണം. സംഭവം വിവാദമായതോടെ നേതൃത്വം ഇടപെട്ട് അനുരഞ്ജന നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരു സമിതികളെയും ഉൾപ്പെടുത്തി പുതിയ സംഘാടക സമിതി രൂപീകരിച്ച് ഒരുമിച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, ഇപ്പോൾ ഷംസുൽ ഉലമ ദേശീയ സെമിനാർ ഒക്ടോബറിൽ കോഴിക്കോട്ട് എന്ന ഒരു വിഭാഗം, ഷംസുൽ ഉലമ നാഷണൽ കോൺഫറൻസ് കോഴിക്കോട്ട് എന്ന മറുവിഭാഗം ഒരേ പത്രത്തിൽ ഒരേ വാർത്ത രണ്ട് തലക്കെട്ടിൽ 2 ദിവസങ്ങളിലായി നൽകുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാനൊരുങ്ങുന്നത്? സ്മൃതി, സമസ്തയുടെ തന്നെ ഏറ്റവും ദീർഘകാലം സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ സമസ്തയുടെ ഒരു ആത്മീയ നേതാവായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് ഷംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അനുസ്മരണ പരിപാടി നടത്താൻ സമസ്ത തീരുമാനിച്ചിരുന്നു. സമസ്തയുടെ ഒരു ഔദ്യോഗിക പരിപാടിക്കിടെ തന്നെയാണ് ഇത്തരത്തിൽ സമസ്തയുടെ ഒരു മുഷാവറ അംഗം ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ ഒരു സംഘാടക സമിതി, അത് SKSF കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിൽ ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നത്. ഈ സംഘാടക സമിതിയിൽ 1001 അംഗ സംഘാടക സമിതിയായിരുന്നു രൂപീകരിച്ചിരുന്നത്. പക്ഷേ ഇതിൽ മുസ്ലിം ലീഗ് അനുകൂലികളായിട്ടുള്ള സമസ്തയിലെ ആളുകളൊക്കെ തന്നെ വെട്ടിമാറ്റിയെന്ന് ആരോപിച്ചിട്ടാണ് പിന്നീട് മറുവിഭാഗവും തൊട്ടടുത്ത ദിവസങ്ങളിലായി ഒരു 1501 അംഗ കമ്മിറ്റി കൂടി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിന്റെ അനുകൂലമായി നിന്നുകൊണ്ട് നേരത്തെ സമസ്തയ്ക്ക് മുഷാവറയ്ക്കടക്കം കത്ത് നൽകുകയൊക്കെ ചെയ്തിരുന്ന നേതാക്കളെ പ്രധാന ഭാരവാഹികളായി നിശ്ചയിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഈ സംഘാടക സമിതിയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. ഈ രണ്ട് സംഘാടക സമിതിയും സമസ്തയുടെ ഔദ്യോഗിക പത്രമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നും സമവായത്തിലെത്തിയിരുന്ന, ഇല്ലെങ്കിൽ അയവ് വന്നിരുന്ന വിഭാഗീയത വീണ്ടും രൂക്ഷമായി തന്നെ പുറത്തു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് വലിയ തോതിൽ സംഘടനയ്ക്കകത്ത് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിഭാഗീയതയ്ക്കും ഒക്കെ തന്നെ വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ രണ്ട് സംഘാടക സമിതിയെ പിരിച്ചുവിട്ട് പുതിയൊരു സംഘാടക സമിതി, ഇത് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടി ഒരു സംഘാടക സമിതി രൂപീകരിക്കാനാണ് ഇപ്പോൾ സമസ്തയുടെ നേതൃത്വത്തിന് ശ്രമം. ഇരു വിഭാഗത്തെയും ഇത്തരത്തിൽ നേതാക്കൾ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം ചേർന്നുകൊണ്ട് സമസ്തയുടെ മുഷാവറയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഘാടക സമിതി പുതുതായി രൂപീകരിച്ചുകൊണ്ട് ഒരു ഐക്യത്തിലുള്ള രണ്ട് പരിപാടികളെയും ഒന്നിച്ചുകൊണ്ട് ഒരു സെമിനാർ നടത്തണമെന്നതാണ് ഇപ്പോൾ നേതാക്കൾ ആലോചിക്കുന്നത്. നേരത്തെ ഒരു വിഭാഗം 1-നും 2-നും, ഒരു വിഭാഗം മറ്റൊരു ദിവസവുമാണ് ഇത്തരത്തിൽ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും വെട്ടിമാറ്റിക്കൊണ്ട് പുതിയൊരു തീയതി പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയൊരു തീയതി നിശ്ചയിച്ചുകൊണ്ട് പുതിയ സംഘാടക സമിതിയിലൂടെ പരിപാടി നടത്തണമെന്നതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായ രീതിയിൽ രണ്ട് വിഭാഗത്തിന് പ്രാതിനിധ്യം ഉൾപ്പെടെ ഇനി അത് വലിയ തോതിൽ ചർച്ചയിലേക്ക് നയിക്കുമെന്നുള്ളതാണ് വലിയ സംഘടനയ്ക്കകത്ത് തന്നെയുള്ള ഒരു ആശങ്കയും. സ്മൃതി, ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകി.